ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം എനിക്കെല്ലാം സാധാരണ ദിവസം പോലെ തന്നെയാണ്. ഞാനങ്ങനെ അധികം പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. സാധാരണ ദിവസം എന്തോ കാണാനാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് സെറ്റായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും ആയിരുന്നു. അമ്മ ഉണ്ടാക്കിയ മുളകും ഉണ്ടായിരുന്നു. മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ 9 മണിയുടെ ബസ്സിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ സമയത്ത് എൻ്റെ അനിയനെ കാണാത്തത് കൊണ്ട് നമ്മൾ ആ തീരുമാനം മാറ്റി. 9 മണിയുടെ ബസ്സൊക്കെ പോയി താമസിച്ചാണ് വേറൊരു ബസ് കിട്ടി. അത് പിടിച്ച് ആലപ്പുഴ വന്നിറങ്ങി. ആലപ്പുഴയിൽ നിന്ന് ബോട്ടിനാണ് നമ്മൾ പോയത്. എനിക്ക് ബോട്ടിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ജനിച്ചിട്ട് ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ കയറിക്കഴിഞ്ഞപ്പോൾ ആഗ്രഹമൊക്കെ തീർന്നു. കാരണം ഭയങ്കര പോസ്റ്റായിരുന്നു. എന്തെന്ന് വെച്ചാൽ അത് നിരങ്ങിയാണ് പോകുന്നത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നമ്മളിതുവരെ ബോട്ടിന് അങ്ങനെ പോവാത്തത് കൊണ്ട് ഈ നമ്മുടെ കായലിൻ്റെ സൈഡിൽ അടുപ്പിച്ച് വീടൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ട്. പിന്നെ ഇവർക്ക് വെള്ളത്തിന് ക്ഷാമമൊന്നും ഇല്ലല്ലോ. ആ തുണി കഴുകണമെങ്കിലും മീൻ വെട്ടിത്തേച്ച് കഴുകണമെങ്കിലും എല്ലാം അടുത്ത് തന്നെയുണ്ട്. ആ കായലിൻ്റെ അവിടെ വന്നാൽ മതി. അപ്പോൾ അവർക്കെല്ലാം നടക്കും. ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. പിന്നെ ഈ തെങ്ങൊക്കെ അടുപ്പിച്ച് നിൽക്കുന്നില്ലേ, അതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷേ കണ്ട കാര്യങ്ങൾ പിന്നെയും 2.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല, അത് സ്വാഭാവികം. അങ്ങനെ ഒരു ബോറടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. ഉറക്കം വന്നിട്ട് വിശക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയൊക്കെ സമയം എടുക്കുമെന്ന് എത്താനായിട്ട്. അപ്പോൾ നമ്മളൊന്നും വാങ്ങാതെയാണ്, ഒരു കുപ്പി വെള്ളം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും വാങ്ങാതെയാണ് കയറിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്തെങ്കിലും കൂടെ വാങ്ങേണ്ടിയായിരുന്നു. കാരണം അത്രയ്ക്ക് പോസ്റ്റായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ സ്ഥലമായപ്പോഴത്തേക്കും ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ ബാക്കിലേക്ക് നോക്കിയപ്പോൾ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നു. കാരണം ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ 4 പേരും 4 വഴിക്കായി. കാരണം ഒരാൾക്ക് ഒരു സീറ്റ് വീതം കിട്ടി. അപ്പോൾ അങ്ങനെ പോയിരുന്ന് കുറേയൊക്കെ വീഡിയോ എടുത്ത്. അപ്പോൾ എനിക്ക് തോന്നി ബസ്സിനായിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് യാത്ര ചെയ്യാമായിരുന്നു. കാരണം കാറ്റും കിട്ടുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. ഈ ബോട്ട് ഓടുന്നെങ്കിലും കാറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബസ്സിനാണെങ്കിൽ പാട്ടും കേട്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരായിരുന്നു. എന്തായാലും കയറിപ്പോയില്ലേ. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ 10 മണിയായപ്പോഴാണ് കയറിയത്. 11 മുക്കാലൊക്കെ ആയപ്പോൾ എത്തി. എന്നാലും ഒരു ഭയങ്കര പോസ്റ്റ് തന്നെയായിരുന്നു അത്. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഈ കാണുന്നത് പോലൊന്നുമല്ല, കുറേ നേരം ഇരുന്നായിരുന്നു. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ എൻ്റെ വീഡിയോ ആണ്. അത് ഞാൻ ചെറുതാക്കി കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കുറേ ഇരുന്നായിരുന്നു. കണ്ട സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട, അത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോൾ ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേരും 4 വഴിക്കായിരുന്നു. പിന്നെ നമ്മൾ ഈ ബോട്ട് കയറ്റി ചെന്ന് ബോട്ട് ഇറങ്ങിയിട്ട് പിന്നെ പോയത് ജങ്കാറ് കയറാനായിട്ടാണ്. പിന്നെയും പോയി ഇതുപോലെയുള്ള സംഭവം കയറാനായിട്ട്. ജങ്കാറ് കയറാനായിട്ടാണ് പോയത്. അത് കയറിയാൽ നമുക്ക് അക്കരെ എത്താൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ സൈഡിലൊക്കെ തെങ്ങ് നിൽക്കുന്നത്, അതൊക്കെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കണ്ടുകൊണ്ടിരുന്നതന്നെയല്ലേ പിന്നെയും കാണുന്നത്. അപ്പോൾ ഒരു മടുപ്പ് തോന്നും, അതേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ എന്തായാലും ഇനി ബോട്ടേ കയറാനൊന്നും ഞാൻ ഇല്ല കേട്ടോ. ഭയങ്കര ഇരുന്ന് എന്താ പറയുക, ഭയങ്കര എന്തായാലും ബോട്ടിൽ പോകണം, ബോട്ടിൽ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ അവിടെ അവസാനിപ്പിച്ചു. എൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ ബോട്ടിലിരുന്ന് മടുത്തു. നടുവേദന എടുത്തിട്ട് മേലായിരുന്നു. അത്രയും നേരം ഇരുന്നതല്ലേ. ബോട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, നിൽക്കേണ്ടി വന്നില്ല. നിൽക്കേണ്ടിയും കൂടെ വന്നിരുന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതിയായിരുന്നു ആരെങ്കിലും. എന്നാലും ആ ആഗ്രഹമൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടുന്നും നമ്മൾ ജങ്കാറ് കയറി അക്കരെ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് പിന്നെ പോകാനായിട്ട്. അങ്ങനെ ഒരുപാട് ലോങ്ങാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ജങ്കാറ് പിടിച്ച് അക്കരെ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവിടെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറിപ്പോയി. അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ലുലു മാളിലേക്കാണ് വരാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും വന്നു, കാര്യം സാധിച്ചു. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എങ്ങനെ വെറുതെ പോവും? കയ്യിലൊരു കൂറയില്ലെങ്കിലും, ഞാൻ പറഞ്ഞത് കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം വാങ്ങിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ കയറി നോക്കണം, എന്തൊക്കെയുണ്ട്, നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ നോക്കണം. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ എല്ലാം നോക്കി വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ എനിക്ക് ഫുഡ് സെക്ഷനിലേക്കൊന്ന് പോകണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ പോയി. നമ്മൾ അവിടെ നിന്ന് തന്നെയൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിച്ചു. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഇല്ലെങ്കിലും കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ പോയി നോക്കണം. മേടിക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ പോയി നോക്കിയാൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ പോയി കണ്ടു. നമുക്ക് വീഡിയോ എടുക്കുക, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പോയി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോയ കാര്യമൊക്കെ സാധിച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെ അവിടെ ഞങ്ങൾ കയറാത്തതായിട്ട് ഒരു സെക്ഷൻ പോലും ഇല്ല. ഞങ്ങളെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് 3 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഇടയ്ക്ക് മാത്രം പുറത്തിറങ്ങുന്ന ഒരാളാണ്, എപ്പോഴും ഒന്നും ഇറങ്ങത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയൊരവസരം മുതലാക്കണമല്ലോ, പാഴാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ പോയി കറങ്ങി. എന്നുവെച്ചാൽ നമ്മൾ കയറാത്തൊരു സെക്ഷൻ പോലും അവിടെ ഇല്ല, എല്ലായിടത്തും പോയി. ഒരു ആവശ്യമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സിൻ്റെ സെക്ഷനിലും ഒക്കെ പോയത്. പിന്നെ കുറേ കമ്മലിൻ്റെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി വീഡിയോ എടുത്ത്. അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു ഒരു ചേച്ചിക്ക്. ആ ചേച്ചിക്ക് അപ്പോൾ ആ ചേച്ചി ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചൊരു കുഞ്ഞിനായിരുന്നു. അപ്പോൾ അത് മേടിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അനിയനാണെങ്കിൽ ഭയങ്കര ധൃതി പോകണമെന്ന്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാലും എനിക്ക് പോരാൻ മനസ്സ് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളവിടെ നിന്ന് പതിയെ ഇറങ്ങി. പിന്നെ നമ്മൾ ഡയറക്റ്റുള്ള ആലപ്പുഴക്കുള്ള ബസ്സിനാണ് പോയത്. ബസ്സിന് ചെന്ന് ആലപ്പുഴയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എന്നപ്പോൾ ഒരു സമയമായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ബസ് പിടിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് നേരെ കിടന്നുറങ്ങിയപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.